നമ്മുടെ നാടൻ കോഴികൾക്ക് പലവിധ രോഗങ്ങളും വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് വസന്തരോഗം. വസന്തരോഗത്തോട് ഒപ്പം തന്നെ പലവിധ രോഗങ്ങൾ വരുന്നുണ്ട്. സാധാരണ രീതിയിൽ നമ്മൾ കൂട് വൃത്തിയാക്കാതെ ഇടുന്ന കാരണത്താലാണ് ഈ രോഗങ്ങൾ കംപ്ലീറ്റ് വരുന്നത്. രണ്ടാമത് ശുദ്ധമായ വെള്ളം കൊടുക്കാത്ത കാരണത്താലാണ്. ഈ രണ്ട് കാര്യം ശ്രദ്ധിക്കാത്തത് മൂലമാണ് പലവിധ രോഗങ്ങളും ഉണ്ടാകുന്നത്. കൂട് വൃത്തിയാക്കുന്ന സമയത്ത് ഓരോ മാസം കൂടുന്തോറും നിങ്ങൾ അവിടെ ഉള്ള കൂട് കംപ്ലീറ്റ് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ കാഷ്ടങ്ങളെല്ലാം നീക്കിയതിന് ശേഷം അടിയിൽ ഒരു ഫ്ലക്സോ അല്ലെങ്കിൽ ചാക്കോ വിരിക്കുക. അതിനുശേഷം പൊടിമണ്ണ് വിതറുക. ഒരു അര ഇഞ്ചോ 1 ഇഞ്ച് കനത്തിൽ പൊടിമണ്ണ് വിതറിക്കഴിഞ്ഞാൽ ആ പൊടിമണ്ണ് പിന്നെ നിങ്ങൾ 2 മാസം കഴിഞ്ഞിട്ട് ആ ചാക്കോ ആ ഫ്ലക്സോ വലിച്ചു കഴിഞ്ഞാൽ ആ കോഴിക്കാഷ്ടവും അതുപോലെ തന്നെ അതോടൊപ്പം തന്നെ പൊടിമണ്ണും കൂടെ നീങ്ങുന്നതാണ്. ആ പൊടിമണ്ണ് ഉള്ള കാരണം ഈ കോഴി കാഷ്ടിക്കുമ്പോൾ അതിലുള്ള ജലമുണ്ടാകും. ആ ജലം മണ്ണ് വലിച്ചെടുക്കുകയും കാഷ്ടം അവിടെ വളരെ റഫായി വളരെ ഡ്രൈ ആയി കിടക്കുകയും ചെയ്യുന്നു. ഒരിക്കലും കോഴിക്കൂടിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വരരുത്, മഴ വരരുത്. അപ്പോൾ ഈർപ്പം തട്ടരുത്. കൂട് എപ്പോഴും നല്ല ഉണങ്ങിയിരിക്കണം. അതേപോലെ തന്നെ പൊടിമണ്ണും വിതറുകയും ചെയ്യണം. ഞാനിപ്പോൾ കാണിക്കുന്നത് കോഴിക്ക് ഒരു മൂട് ചീയൽ എന്നൊരു രോഗമുണ്ട്. ആ രോഗം വന്നു കഴിഞ്ഞാൽ കോഴിയെ നശിപ്പിച്ചു കളയുക എന്നതാണ് ഇതിൻ്റെ പ്രതിവിധി. മൂട് ചീഞ്ഞു കഴിഞ്ഞാൽ ആ മൂടിൻ്റെ ഉള്ളിൽ ധാരാളം പുഴുക്കൾ ഉണ്ടാകും. 3-4 ദിവസമേ ആ കോഴി നിലനിൽക്കുകയുള്ളൂ. പെട്ടെന്ന് വളരുന്ന ഒരു വൈറസാണ് ഈ മൂടിച്ചീച്ചിൽ. ഇതാണ് മൂടിച്ചീച്ചിൽ എന്ന രോഗം. ധാരാളം പുഴുക്കളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ കോഴിയെ നശിപ്പിക്കുക എന്നതാകുന്നു. ഇതിൽ മരുന്നുണ്ട് എന്ന് കേൾക്കുന്നു. ആ മരുന്ന് എനിക്കറിയില്ല. ഇതൊരു നാടൻ കോഴിയാകുന്നു. അപ്പോൾ ഈ മൂട് ചീഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പുഴുക്കൾ വരികയും വളരെ വലിയ ദുർഗന്ധമുണ്ടാവുകയും ഇതിൻ്റെ വായിൽ നിന്നും വളരെയധികം ചീഞ്ചലം ഒലിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ഈ മൂട് ചീഞ്ഞ് പുഴുക്കൾ വളരെ സ്പ്രെഡാകുകയും ഒരു 3-4 ദിവസമേ കോഴി നിലനിൽക്കുകയുള്ളൂ. അതുകൊണ്ട് മറ്റുള്ള കോഴികളിലേക്ക് പടരാതിരിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ കോഴിയെ അറുത്ത് നശിപ്പിച്ച് കളയുക. കുഴിച്ചു മൂടുക. നല്ല ആഴത്തിൽ കുഴിച്ചു മൂടണം. അല്ലെങ്കിൽ മൃഗാശുപത്രിയിൽ പോയിട്ട് ഇതിൻ്റെ മരുന്ന് കൊണ്ടുവരിക എന്നതാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. ഇത് നാടൻ കോഴിയാണ്. നല്ല പെട്ടക്കോഴിയാണ്. വളരെയധികം ഈച്ചകളും പുഴുക്കളും വരുന്നത്. ധാരാളം പുഴുക്കൾ ഇതാ. അതുകൊണ്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കോഴിയെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ദാഹജലം കൊടുക്കുമ്പോൾ വളരെ ശുദ്ധജലം കൊടുക്കുക. ഓരോ ദിവസവും ആ പാത്രം കഴുകി വൃത്തിയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് കോഴിയെ സംരക്ഷിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ഇതേപോലെ നഷ്ടങ്ങൾ സംഭവിക്കും. ഓക്കെ, താങ്ക് യു.